കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിന്റെ എക്സാം ഈ മാസം 25-ാം തീയതി നടക്കാൻ പോവാണ്. സോ എല്ലാവരും ഈ ഒരു ജോലി ലക്ഷ്യം വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഓരോ ദിവസം വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ്. പല കുട്ടികളും മോക്ക് ടെസ്റ്റ് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. സോ എന്തുകൊണ്ട് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം, അതിന്റെ ഇമ്പോർട്ടൻസ്, ഈ ഒരു മാറ്റർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടന്റിന്റെ 3 ബാച്ചസ് ഇപ്പൊ അവൈലബിൾ ആണ്. ആദ്യം മോക്ക് ടെസ്റ്റ് മാത്രമായിട്ടുള്ള ബാച്ച്, അതിൽ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ 4 മോക്ക് ടെസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മോക്ക് ടെസ്റ്റ് പ്ലസ് 10 മൊഡ്യൂളിന്റെ MCQs, അതിന്റെ PDF, അതിന്റെ ഡിസ്കഷൻ, ലൈവ് സെഷന്റെ റെക്കോർഡഡ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മറ്റൊരു ബാച്ച്. ദെൻ മൂന്നാമതായിട്ട് വരുന്നത് ക്രാഷ് ബാച്ച്. അതില് മൊത്തം സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സസ്, MCQs, PDF, ദെൻ മോക്ക് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാച്ചിലാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസിൽ നമുക്ക് ഈ ഒരു പോസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിലോട്ട് വരണമെങ്കിൽ 90 മിനിറ്റ് എക്സാമിൽ നിങ്ങളുടെ പെർഫോമൻസ് ആണ് അതിന്റെ അടിസ്ഥാന ഘടകം. ആ 90 മിനിറ്റ്സ് നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. സോ ഈ ഒരു ട്രാക്കിലോട്ട്, എക്സാമിന്റെ ട്രാക്കിലോട്ട് വരണമെങ്കിൽ നമ്മൾ ഡെയിലി ഈ സെയിം സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരേണ്ടതുണ്ട്. അതല്ലാണ്ട് നമ്മൾ ഇപ്പോൾ സബ്ജക്റ്റ് നോക്കുന്നുണ്ടായിരിക്കും, പഠിക്കുന്നുണ്ടായിരിക്കും, MCQs ഒക്കെ നോക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം 25-ാം തീയതിയാണ് 11 മണിക്ക് നിങ്ങൾ ആദ്യമായിട്ട് 90 മിനിറ്റിന്റെ ഈ ഒരു എക്സാം എഴുതുന്നതെങ്കിൽ ആകെ ഒരു തപ്പിപ്പിടുത്തായിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, നിങ്ങൾ ഒരു എക്സാം എഴുതിയിട്ട് തന്നെ ചിലപ്പോൾ കുറേ ആയിട്ടുണ്ടാവും. ഒരുപാട് പേര് ചിലപ്പോൾ എക്സാമൊക്കെ ഒന്ന് എഴുതിയിട്ട് തന്നെ ചിലപ്പോൾ 2-3 വർഷമായിട്ടുണ്ടാവും, ചിലപ്പോൾ 10 വർഷമായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ജനറൽ PSC എഴുതി പരിചയം ഉണ്ടാവും, സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സാം എഴുതിയിട്ട് കുറേ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 6 മാസത്തിനെക്കാട്ടും ഗ്യാപ്പൊക്കെ വന്ന് ഒരു എക്സാം എഴുതിയിട്ട് ഒരു ഗ്യാപ്പൊക്കെ എടുത്തിട്ട് ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ 25-ാം തീയതിയുടെ എക്സാം എഴുതാൻ പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് കുറെ കഴിഞ്ഞിട്ടാണ് ഒരു എക്സാം എഴുതുന്നത്. നിങ്ങൾക്ക് ആകെ ഒരു തപ്പിപ്പിടുത്തായിരിക്കും അവിടെ ഉണ്ടാവുക. അത് നിങ്ങളെ നിർബന്ധമായും എഫക്റ്റ് ചെയ്യുന്നതാണ്. നേരെ മറിച്ച് ഒരു കുട്ടി ഡെയിലി 90 മിനിറ്റ്സിന്റെ മോക്ക് ടെസ്റ്റ് ഈ സിലബസ് ബേസ്ഡ് പ്രാക്ടീസ് ചെയ്ത് വരാണ് എങ്കിൽ 25-ാം തീയതി അവൻ തലേ ദിവസം എടുത്ത ഒരു മോക്ക് ടെസ്റ്റിന്റെ അതേ ഒരു ഫോമാറ്റിലുള്ള ഒരു എക്സാം എന്ത് ചെയ്യുന്നു, 25-ാം തീയതി എഴുതുന്നു. അവൻ ഓൾറെഡി ആ ട്രാക്കിലാണ്. അപ്പോൾ അത്രത്തോളം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ അവൻ ഓൾറെഡി ട്രാക്കിലാണ്. അവന് 25th നടക്കുന്ന എക്സാം അത്രത്തോളം ഒരു പുതുമയാവില്ല, കാരണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു എക്സാം എഴുതുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ 90 മിനിറ്റിൽ കുറേ സമയം നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടും. എക്സാമിൽ ഓരോ മിനിറ്റിനും വളരെ വിലയാണ്. ഒരു ചോദ്യത്തിനടക്കം അത്രത്തോളം വിലയുണ്ട്. ആ ഒരു മാർക്കായിരിക്കും നിങ്ങളെ മെയിൻ ലിസ്റ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതും താഴേക്ക് ആക്കുന്നതും. അപ്പോൾ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. അതിന് ആ കോമ്പറ്റീഷന്റെ സ്പിരിറ്റിലോട് കൂടി എടുക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. പല കുട്ടികളും മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാറില്ല. സോ മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ആപ്പിലൂടെ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നത്. മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ബാച്ച് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 4 മോക്ക് ടെസ്റ്റുകൾ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതേ ചോദ്യങ്ങൾ ഇപ്പോൾ മോക്ക് ടെസ്റ്റിൽ വരുന്ന അതേ ചോദ്യങ്ങൾ എക്സാമിന് വരുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. അതല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ജനറൽ PSC അല്ല, ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നൊരു എക്സാം അല്ല. നിങ്ങൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് വേണ്ടത്. കൺസെപ്റ്റ് അറിയണം, ഏത് വന്നാലും എഴുതാൻ കിട്ടണം, അതാണ് നമ്മുടെ എയിം. ബട്ട് നമുക്ക് ഈ ഒരു പാറ്റേണിൽ എക്സാം എഴുതി പരിചയം വേണം. അതാ പറഞ്ഞേ, 90 മിനിറ്റ്സ്
ഒരു എക്സാം വരുന്നു. അതിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, ഡിറക്റ്റ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ചോദ്യം വായിച്ച് എത്ര ടൈം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എനിക്ക് എത്രത്തോളം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, 90 മിനിറ്റ്സ് ഓക്കെ ആണോ എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാവണം. സോ നമ്മളാണെങ്കിലും മോക്ക് ടെസ്റ്റിന്റെ സീരീസ് നമ്മളിതിൽ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഡിറക്റ്റ് ചോദ്യങ്ങൾ 2 മോക്ക് ടെസ്റ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നു, നാലാമത് അങ്ങനെ ഓരോ ലെവല് ഡിഫിക്കൽട്ട് ലെവല് നമ്മൾ കൂട്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സസ് ആക്സസ് ചെയ്യാം, മോക്ക് ടെസ്റ്റ് ആക്സസ് ചെയ്യാം, MCQs ആക്സസ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് വളരെ ഒരു എഡ്ജ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒന്നും എടുക്കാണ്ട് സാധാരണ ഒരു PSC എക്സാം എഴുതുന്ന പോലെ വെറുതെ പോയി എഴുതി പോരരുത്. അങ്ങനെ ആകുമ്പോഴാണ് പിന്നെ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു മടുപ്പാവും. വെറുതെ പോയി അങ്ങോട്ട് പോന്നു, അങ്ങനെയല്ല. നിങ്ങൾ നിർബന്ധമായും ഒരുങ്ങിപ്പോവുക. എന്ത് കാര്യങ്ങൾക്കും പ്രോപ്പറായിട്ടുള്ളൊരു ഒരുക്കം വേണം. ദെൻ ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, മെയിൻ ലിസ്റ്റിലോട്ട് നിങ്ങൾക്ക് വരണം. അത് മാത്രമല്ല ഇനി ഈ സിലബസ് ബേസ്ഡ് മറ്റൊരു എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കും. നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് പിന്നാലെ കിട്ടുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ മാറ്റി വയ്ക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണാം കേട്ടോ. MCQs ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.